Welcome all. Today's session we are going to deal with remainder theorem. തിയറത്തിൻ്റെ പേര് പറയുന്ന പോലെ തന്നെ റിമൈൻഡർ തിയറം, അതായത് ഒരു പോളിനോമിയൽ സെക്ഷനാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. ഒരു പോളിനോമിയലിനെ മറ്റൊരു പോളിനോമിയൽ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ബാലൻസ് അഥവാ റിമൈൻഡർ എങ്ങനെയായിരിക്കും എന്നതിനെ പറ്റിയിട്ട് ചെറിയ ഐഡിയ തരുന്ന ഒരു തിയറമാണ്. ദാറ്റ് ഈസ് കോൾഡ് റിമൈൻഡർ തിയറം. തിയറം എന്താ പറയുന്നത് നമുക്കൊന്ന് നോക്കാം. ലെറ്റ് പി ഓഫ് എക്സ് ബി എ പോളിനോമിയൽ ഓഫ് ഡിഗ്രി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. പി ഓഫ് എക്സ് എന്ന് പറയുന്നത് ഒരു പോളിനോമിയൽ. ആ പോളിനോമിയലിൻ്റെ ഡിഗ്രി എന്തായിരിക്കണം എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1, ഒന്നിൽ കൂടുതലായിരിക്കണം. അതായത് ഒന്നെങ്കിൽ ഒരു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ ആവാം, അല്ലെങ്കിൽ അതിൽ കൂടിയ പോളിനോമിയൽ ആവാം. എന്താവരുത്, ഒരു കോൺസ്റ്റന്റ് പോളിനോമിയൽ ആവരുത്. എക്സിൻ്റെ പവർ എപ്പോഴും എന്തായിരിക്കണം, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആയിരിക്കണം. ആൻഡ് എ എലമെന്റ് ഓഫ് ആർ, എ എന്ന് പറയുന്ന ഒരു നമ്പർ ഉണ്ടെന്നിരിക്കട്ടെ, ഒരു റിയൽ number. A element of R means A is a real number. Then the remainder obtained when P of X is divided by X minus A is P of A. അപ്പോൾ ഈ രണ്ട് കണ്ടീഷൻസ് ഒത്തു വന്നാൽ, എന്തൊക്കെ രണ്ട് കണ്ടീഷൻസ്? P of X എന്ന് പറയുന്നത് ഒരു പോളിനോമിയൽ ഓഫ് ഡിഗ്രി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1ഉം എ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു റിയൽ നമ്പറുമാണെങ്കിൽ, റിമൈൻഡർ തിയറം പറയുന്നത് എന്താണ്, ഈ പി ഓഫ് എക്സ് എന്ന് പറയുന്ന പോളിനോമിയലിനെ എക്സ് മൈനസ് ദാറ്റ് റിയൽ നമ്പർ, നമ്മുടെ അടുത്ത റിയൽ നമ്പർ ഏതാണോ ആ റിയൽ നമ്പറിനെ എന്തിൽ നിന്ന് മൈനസ് ചെയ്യുന്നു, എക്സിൽ നിന്ന് മൈനസ് ചെയ്യുന്നു. എക്സ് മൈനസ് എ എന്ന് പറയുന്ന ഒരു പുതിയ പോളിനോമിയൽ കൊണ്ട് നമ്മൾ എന്തിനെ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ, പി ഓഫ് എക്സിനെ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ, വെൻ പി ഓഫ് എക്സ് ഇസ് ഡിവൈഡ് ബൈ എക്സ് മൈനസ് എ, ദ റിമൈൻഡർ ഒബ്റ്റെയിൻ വിൽ ബി ഈക്വൽ ടു എന്തായിരിക്കും, പി ഓഫ് എ ആയിരിക്കും. അതായത് രണ്ട് കണ്ടീഷൻസ്, പി ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു പോളിനോമിയൽ ഓഫ് ഡിഗ്രി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആൻഡ് എ എലമെന്റ് ഓഫ് ആറുമാണെങ്കിൽ, എക്സ് മൈനസ് എ എന്ന് പറയുന്ന ഈ ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ കൊണ്ട് നമ്മൾ എന്തിനെ ഡിവൈഡ് ചെയ്താൽ, പി ഓഫ് എക്സ് എന്ന് പറയുന്ന നമ്മളുടെ കറസ്പോണ്ടിങ് നമ്മൾ എടുത്തിട്ടുള്ള പോളിനോമിയൽ നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് കിട്ടുന്ന റിമൈൻഡർ എപ്രകാരമായിരിക്കും എന്ന് പറയുന്നത്, ഈ പി ഓഫ് എക്സ് എന്ന് പറഞ്ഞ പോളിനോമിയൽ എക്സിൻ്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കുമ്പോൾ, എ കൊടുക്കുമ്പോൾ കിട്ടുന്ന വാല്യൂ ആയിരിക്കും, ദാറ്റ് ഈസ് പി ഓഫ് എ ആയിരിക്കും കറസ്പോണ്ടിങ് ഡിവിഷൻ്റെ റിസൾട്ടായിട്ട് കിട്ടുന്ന എന്ത്, റിമൈൻഡർ. ദാറ്റ് ഈസ് ഡിവിഷൻ തിയറം നമ്മളുടെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ, ദാറ്റ് ഈസ് ഡിവിഡൻഡ് ഈസ് ഈക്വൽ ടു ഡിവൈസർ ഇൻറ്റു കോഷ്യൻ പ്ലസ് റിമൈൻഡർ എന്ന് പറയുന്ന ഡിവിഷൻ തിയറം നമ്മൾ ഈ തന്നിരിക്കുന്ന റിമൈൻഡർ തിയറത്തിന് നമ്മൾ അപ്ലൈ ചെയ്യാം. നമുക്ക് എങ്ങനെ എഴുതാം, ഇവിടെ ഡിവിഡൻഡ് ഏതാ, പി ഓഫ് എക്സ്. പി ഓഫ് എക്സിനെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിവൈഡ് ചെയ്യുന്നത്. എന്തോ ഡിവൈഡ് ചെയ്യുന്നു, എക്സ് മൈനസ് എ. ദെർഫോർ ഡിവൈസർ ഈസ് എക്സ് മൈനസ് എ. ദെർഫോർ വെൻ പി ഓഫ് എക്സ് ഇസ് ഡിവൈഡ് ബൈ എ ഡിവൈസർ എക്സ് മൈനസ് എ, വി ഗെറ്റ് the quotient, whatever may be the quotient, that is q of x plus the remainder will be equal to p of a. ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ റിമൈൻഡർ ഒബ്റ്റെയിൻഡ് വെൻ p of x which is equal to x square plus 4x plus 2 is divided by x plus 2. നമുക്ക് തന്നിട്ടുള്ളത് എന്താണ്, ഒരു പോളിനോമിയൽ പി ഓഫ് എക്സ് തന്നിട്ടുണ്ട്. ആ പോളിനോമിയലിനെ എക്സ് പ്ലസ് 2 എന്ന് പറയുന്ന ഒരു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ എത്രയായിരിക്കുമെന്നാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾക്ക് ഇവിടെ റിമൈൻഡറാണ് കണ്ടുപിടിക്കേണ്ടത്. ദെർഫോർ നമുക്ക് റിമൈൻഡർ തിയറം അപ്ലൈ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് നോക്കാം. റിമൈൻഡർ തിയറം അപ്ലൈ ചെയ്യണമെങ്കിൽ എന്തൊക്കെയാണ് വേണ്ടത്, രണ്ട് കണ്ടീഷൻസ് ആണ് ഉള്ളത്. എന്തൊക്കെയാണ്, പി ഓഫ് എക്സ് എന്ന് നമുക്ക് തന്നിരിക്കുന്ന പോളിനോമിയൽ എന്തായിരിക്കണം, അതിൻ്റെ ഡിഗ്രി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആയിരിക്കണം. ആ തന്നിട്ടുള്ള എക്സ് മൈനസ് എ എന്ന് പറയുന്ന ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിൻ്റെ ഫോമിൽ തന്നിട്ടുള്ള ആ എ എന്ന് പറയുന്ന വാല്യൂ എന്തായിരിക്കണം, ഒരു റിയൽ നമ്പറും ആയിരിക്കണം. അപ്പോൾ അത് രണ്ടും ചെക്ക് ചെയ്യണം. നമുക്ക് ആദ്യം തന്നിട്ടുള്ള രണ്ട് കാര്യം നമുക്ക് എടുത്തെഴുതാം. ലെറ്റ് പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 4x പ്ലസ് 2. ഈ പോളിനോമിയലിനെ സംബന്ധിച്ച് ഈ പോളിനോമിയലിൻ്റെ ഡിഗ്രി എത്രയാണ്, 2 ആണ്. ദെർഫോർ ഫസ്റ്റ് കണ്ടീഷൻ, റിമൈൻഡർ തിയറത്തിൻ്റെ ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. ഇനി രണ്ടാമതായിട്ട് ഈ പി ഓഫ് എക്സിനെ ഡിവൈഡ് ചെയ്ത് നിൽക്കുന്ന ഡിവൈസറിനെ സംബന്ധിച്ച് ഡിവൈസറിൻ്റെ പ്രത്യേകത എന്താ, ഇറ്റ് ഈസ് ഓഫ് ദ ഫോം എക്സ് പ്ലസ് 2 അല്ലേ. ഈ എക്സ് പ്ലസ് 2നെ എനിക്ക് ഇറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് എക്സ് മൈനസ് -2. കാരണം ഈ പ്ലസ് എന്ന് പറയുന്നത്, അപ്പോൾ ഒരു പോസിറ്റീവ് സൈൻ എന്ന് പറയുന്നത് പ്ലസ് ക്യാൻ ബി ഒബ്റ്റെയിൻഡ് ആസ് മൈനസ് ഇൻറ്റു മൈനസ്. ഒരു നെഗറ്റീവിനെ നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ നമുക്ക് എന്ത് കിട്ടും, ഒരു പോസിറ്റീവ് കിട്ടും. ദെർഫോർ ഈ എക്സ് പ്ലസ് 2 എന്ന് പറയുന്ന ഈ ഫോമിലേക്ക് ഇങ്ങനെ മാറ്റി എഴുതാം, എക്സ് മൈനസ് -2 എന്ന് നമുക്ക് മാറ്റി എഴുതാം. ദെർഫോർ ഹിയർ ഇതിപ്പോൾ ഏത് ഫോമായി, എക്സ് മൈനസ് ഒരു എയുടെ ഫോമായി. ദെർഫോർ നമുക്ക് തന്നിട്ടുള്ള ഈ ഡേറ്റ അനുസരിച്ച് ഇവിടെ എയുടെ വാല്യൂ എന്താണ്, ഇറ്റ് ഈസ് എ ഹിയർ എ ഈസ് ഈക്വൽ ടു
2. എ എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ എ ഇസ് ഈക്വൽ ടു -2. -2 എന്താണ്? -2 റിയൽ നമ്പർ ആണല്ലോ. ദെർഫോർ എലമെൻറ്റ് ഓഫ് ആർ അല്ലേ? അങ്ങനെയെങ്കിൽ ഇപ്പോൾ ഒന്ന് നോക്കിയേ, പി ഓഫ് എക്സ് എന്ന് പറയുന്ന നമ്മുടെ പോളിനോമിയലിൻ്റെ ഡിഗ്രി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. കൂടാതെ അവിടെ നമുക്ക് തന്നിട്ടുള്ള ഡിവൈസറായ x+2നെ സംബന്ധിച്ച് x+2 നമ്മൾ എങ്ങനെ മാറ്റി എഴുതി? x -2 എന്ന് മാറ്റിയത് ഇപ്പോൾ ഏത് ഫോമിലേക്കായി മാറി? x - a എന്ന് പറയുന്ന ഫോമിലേക്കായി മാറി. ഹിയർ a ബിക്കം -2 വിച്ച് ഇസ് എൻ എലമെൻറ്റ് ഓഫ് ആർ. അങ്ങനെയെങ്കിൽ റിമൈൻഡർ തിയറം അനുസരിച്ച് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഈ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ്റെ റിമൈൻഡർ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ അങ്ങനെയെങ്കിൽ ഈ റിമൈൻഡർ തിയറം നമുക്ക് എന്താ പറയുന്നത്? വെൻ പി ഓഫ് എക്സ് ഇസ് ഡിവൈഡ് ബൈ എക്സ് മൈനസ് എ ദ റിമൈൻഡർ ഒബ്റ്റെയിൻ വിൽ ബി ഈക്വൽ ടു പി ഓഫ് എ. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ റിമൈൻഡർ എത്ര ആയിരിക്കും? പി ഓഫ് എ എന്ന് പറയുന്ന വാല്യൂ ആയിരിക്കും. ദെർഫോർ പി ഓഫ് എക്സ് എന്ന് പറയുന്ന പോളിനോമിയൽ നമ്മളുടെ ഉണ്ട്. ദെർഫോർ ദ റിമൈൻഡർ പി ഓഫ് എ ഈസ് പി ഓഫ് -2 which is equal to ഇങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന പി ഓഫ് -2 ഇസ് ഈക്വൽ ടു എന്ത് കൊടുക്കണം? എക്സിൻ്റെ സ്ഥാനത്തെല്ലാം -2 അപ്ലൈ ചെയ്യുക. ദെർഫോർ -2 ദ ഹോൾ സ്ക്വയർ പ്ലസ് 4 × -2 പ്ലസ് 2. The answer can be obtained as 4 - 8 plus 2. -2ൻ്റെ സ്ക്വയർ 4 -8 plus 2. The result will be equal to 4 - 8 is -4 plus 2. The answer is -2. Therefore, the remainder obtained when the corresponding p of x, that is x square plus 4x plus 2 is divided by x plus 2 is -2. The next theorem is factor theorem. Remainder theorem continuation ആയിട്ടാണ് എന്ത് വരുന്നത്? ഫാക്ടർ തിയറം വരുന്നത്. എന്താണ് ഫാക്ടർ തിയറം പറയുന്നത് നോക്കാം. ഡിവിഷൻ ലെമ്മ അനുസരിച്ച് നമ്മൾ റിമൈൻഡർ തിയറത്തിനകത്ത് എന്താണ് എഴുതിയത്? പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് എ ഇൻറ്റു ക്യൂ ഓഫ് എക്സ് പ്ലസ് പി ഓഫ് എ അല്ലേ? അതായത് റിമൈൻഡർ തിയറത്തിനകത്ത് നമ്മൾ പറഞ്ഞിരുന്നു പി ഓഫ് എക്സ് എന്ന് പറയുന്ന പോളിനോമിയലിനെ എക്സ് മൈനസ് എ എന്ന് പറയുന്ന പോളിനോമിയൽ കൂടി ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന റിമൈൻഡർ എന്തായിരിക്കുമെന്ന്? പി ഓഫ് എ ആയിരിക്കുമെന്ന്. ദെർഫോർ ഡിവിഷൻ ലെമ്മ അനുസരിച്ച് നമുക്ക് എന്ത് പറയാം? പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് എ ഇൻറ്റു ക്യൂ ഓഫ് എക്സ് പ്ലസ് പി ഓഫ് എ. ഇതിനകത്ത് ഇഫ് എക്സ് മൈനസ് എ ഇസ് എ ഫാക്ടർ ഓഫ് പി ഓഫ് എക്സ്, ഈ തന്നിരിക്കുന്ന ഇക്വേഷനിൽ എക്സ് മൈനസ് എ എന്ന് പറയുന്നത് പി ഓഫ് എക്സിൻ്റെ ഒരു ഫാക്ടർ ആണെങ്കിൽ നമുക്ക് പറയാം അവിടുത്തെ റിമൈൻഡർ എന്തായിരിക്കും? 0 ആയിരിക്കും അല്ലേ? സാധാരണ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ പ്രോസസ് ചെയ്യുമ്പോഴും അങ്ങനല്ലേ, ഏത് പൊസിഷനിലാണെങ്കിൽ ഏതൊരു ഡിവിഷൻ ലെമ്മയ്ക്കകത്താണോ ഏത് ഡിവിഷൻ പ്രോസസ്സ് ചെയ്യുമ്പോഴാണോ റിമൈൻഡർ 0 ആവുന്നത്, അങ്ങനെയെങ്കിൽ അവിടുത്തെ ഡിവൈസറും കോഷ്യൻറ്റും എന്തിൻ്റെ ഫാക്ടേഴ്സ് ആയിരിക്കും? ഡിവിഡൻറ്റിൻ്റെ ഫാക്ടേഴ്സ് ആയിരിക്കും അല്ലേ? ഇവിടെ അതുകൊണ്ടൊക്കെ പറയുന്നുള്ളൂ. അല്ലെങ്കിൽ തിരിച്ച് ഡിവൈസറും കോഷ്യൻറ്റും ഡിവിഡൻ്റെ ഫാക്ടേഴ്സ് ആണെങ്കിൽ അവിടുത്തെ റിമൈൻഡർ എന്തായിരിക്കും? 0 ആയിരിക്കും. ഇവിടെ അത് തന്നെ പറയുന്നുള്ളൂ. ഇഫ് എക്സ് മൈനസ് എ ഇസ് എ ഫാക്ടർ ഓഫ് പി ഓഫ് എക്സ്, ഇവിടുത്തെ ഡിവൈസർ ആയ എക്സ് മൈനസ് എ, ഇഫ് ഇറ്റ് ഇസ് എ ഫാക്ടർ ഓഫ് പി ഓഫ് എക്സ് ദെൻ ദ റിമൈൻഡർ പി ഓഫ് എ വിൽ ബി ഈക്വൽ ടു 0. അങ്ങനെയെങ്കിൽ അവിടുത്തെ റിമൈൻഡർ ആയ പി ഓഫ് എ എന്തായിരിക്കും? 0 ആയിരിക്കും. അതാണ് എന്ത് പറയും? നമ്മുടെ ഫാക്ടർ തിയറം പറയും. ദാറ്റ് ഈസ് ഫാക്ടർ തിയറം സ്റ്റേറ്റ്സ് ദാറ്റ് ഇഫ് എക്സ് മൈനസ് എ ഇസ് എ ഫാക്ടർ ഓഫ് പി ഓഫ് എക്സ്, എക്സ് മൈനസ് എ എന്ന് പറയുന്ന ഒരു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ പി ഓഫ് എക്സ് എന്ന് പറയുന്നത് നമ്മുടെ പോളിനോമിയലിൻ്റെ ഫാക്ടർ ആണെങ്കിൽ ദെൻ ദ റിമൈൻഡർ പി ഓഫ് എ വിൽ ബി ഈക്വൽ ടു 0. നമുക്ക് കിട്ടുന്ന റിമൈൻഡർ ആയ പി ഓഫ് എ എന്തായിരിക്കും? വിൽ ബി ഈക്വൽ ടു 0. സോ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. Find the value of b if x minus 2 is a factor of x cube minus 2bx square plus bx minus 1. നമുക്കൊരു പോളിനോമിയൽ തന്നിട്ടുണ്ട് എക്സ് ക്യൂബ് മൈനസ് 2bx² പ്ലസ് bx മൈനസ് 1. ഈ പോളിനോമിയലിൻ്റെ ഫാക്ടറാണ് ഏതെങ്കിൽ എക്സ് മൈനസ് 2 എങ്കിൽ ഇവിടുത്തെ ബിയുടെ വാല്യൂ ആ പോളിനോമിയലിനകത്ത് നമുക്ക് തന്നിട്ടില്ലാത്ത അൺനോൺ ആയിട്ടുള്ള ബിയുടെ വാല്യൂ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? അപ്പോൾ നമ്മൾ ആദ്യം തന്നിട്ടുള്ള പോളിനോമിയൽ പേര് കൊടുക്കുന്നു. ലെറ്റ് പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ക്യൂബ് മൈനസ് 2bx² പ്ലസ് bx മൈനസ് 1 അല്ലേ? ഈ പി ഓഫ് എക്സിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന പറഞ്ഞത്? എക്സ് മൈനസ് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താകുന്നു? എക്സ് മൈനസ് 2 ആയ ഡിവൈസർ ഒരു ഫാക്ടറായിട്ട് മാറുന്നു. ദെർഫോർ ഇവിടെ നമ്മളുടെ എക്സ് മൈനസ് എ എന്താണ്? എക്സ് മൈനസ് എ ഇസ് ഈക്വൽ ടു
എക്സ് മൈനസ് ടു. ഇതിൽ നമുക്ക് വ്യക്തമാവുന്ന ഒരു കാര്യം എന്താണ്? വിച്ച് ഇംപ്ലൈസ് ഹിയർ എയുടെ വാല്യൂ എന്താണ്? എ ഈസ് ഈക്വൽ ടു 2 അല്ലേ? ഇവിടെ എന്താ നമ്മൾ ക്വസ്റ്റ്യൻ കൊണ്ട് വായിച്ച് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം. എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത്? ഫൈൻഡ് ദ വാല്യൂ ഓഫ് ബി ഇഫ് എക്സ് മൈനസ് ടു ഈസ് എ ഫാക്ടർ ഓഫ് ദിസ് പോളിനോമിയൽ. ഈ പോളിനോമിയലിൻ്റെ ഒരു ഫാക്ടർ ആണ് എക്സ് മൈനസ് ടു എങ്കിൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? അങ്ങനെയെങ്കിൽ നമുക്ക് ആദ്യം ഏറ്റവും നെസസറി ആയിട്ട് നമുക്ക് അല്ലെങ്കിൽ ഏറ്റവും ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് റിമൈൻഡ് ചെയ്യേണ്ട ഒരു തിയറം ഏതാണ്? ഫാക്ടർ തിയറം. എന്താ ഫാക്ടർ തിയറത്തിലേക്ക് ഒന്ന് പോകാം. എന്താ ഫാക്ടർ തിയറം പറയുന്നത്? ഇഫ് എക്സ് മൈനസ് എ ഈസ് എ ഫാക്ടർ ഓഫ് പി ഓഫ് എക്സ് ദെൻ റിമൈൻഡർ പി ഓഫ് എ ഈസ് ഈക്വൽ ടു 0. അതായത് എക്സ് മൈനസ് എ എന്ന് പറയുന്നത് പി ഓഫ് എക്സിൻ്റെ ഒരു ഫാക്ടർ ആണെങ്കിൽ അവിടുത്തെ റിമൈൻഡർ എന്തായ പി ഓഫ് എ എന്തായിരിക്കും? 0 ആയിരിക്കും. ഇവിടെയും പറഞ്ഞേക്കുന്നത് എന്താ? ഇവിടുത്തെ എക്സ് മൈനസ് ടു എന്തിൻ്റെ ഫാക്ടറാണ്? ഈ പി ഓഫ് എക്സിൻ്റെ ഫാക്ടറാണ്. ഫാക്ടർ തിയറത്തിൽ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് കൊണ്ടുവരാൻ പറ്റുന്ന കൺക്ലൂഷൻ എന്താണ്? പി ഓഫ് എ എന്തായിരിക്കും? 0 ആയിരിക്കും. ഇവിടെ എ എന്താണ്? 2 ആണ്. Therefore we can say that from factor theorem P of 2 is equal to 0 അല്ലേ? അങ്ങനെയാണെങ്കിൽ P of 2 എന്ന് എഴുതാം. P of 2 എന്താ? P of 2 ഈ തന്നിട്ടുള്ള P of എക്സിനകത്ത് എക്സിൻ്റെ സ്ഥാനത്തെല്ലാം എന്ത് കൊടുക്കണം? 2 കൊടുക്കണം. ദാറ്റ് ഈസ് 2 ക്യൂബ് മൈനസ് 2 ഇൻറ്റു എക്സിൻ്റെ സ്ഥാനത്ത് മാത്രം 2 കൊടുക്കുക. therefore B can be replaced as B itself. B ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് B ഇൻറ്റു 2 മൈനസ് 1 that is equal to 8 മൈനസ് എക്സ് സ്ക്വയർ അല്ല 2 സ്ക്വയർ ആണ് ഇവിടെ. 2 ഇൻറ്റു 2 സ്ക്വയർ ദാറ്റ് ഈസ് 4. 2 ഇൻറ്റു 2 സ്ക്വയർ ഈസ് 4 ഇൻറ്റു 2 ഈസ് 8 ദാറ്റ് ഈസ് 8b പ്ലസ് 2b മൈനസ് 1. ഇത് എന്താണെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു 0. therefore this is equal to 0. സോ നമ്മൾ ഇടമ എഴുതി കൊണ്ടുവന്നു. പി ഓഫ് 2 എന്ന് പറയുന്നത് എന്താണെന്ന് കൊണ്ടുവന്ന്? 0 എന്ന് കൊണ്ടുവന്നു. പി ഓഫ് 2 നമുക്ക് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എങ്ങനെ വരെ കിട്ടി? 8 മൈനസ് 8b പ്ലസ് 2b മൈനസ് 1 ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടി. ഇത് നമ്മൾ ഒന്നും കൂടെ സിംപ്ലിഫൈ ചെയ്യുന്നു. ഇവിടെ നമ്പേഴ്സ് ഏതൊക്കെയാണ്? ബി ഇല്ലാത്ത ടേംസ് ഏതൊക്കെയാണ്? 8ഉം മൈനസ് 1ഉം. therefore 8 മൈനസ് 1 ഈസ് 7. again ബി ഉള്ള ടേംസ് ഏതൊക്കെയാണ്? മൈനസ് 8b ആൻഡ് പ്ലസ് 2b. മൈനസ് 8b പ്ലസ് 2b ബിക്കം മൈനസ് 6b. ഇത് എന്തിനോട് ഈക്വൽ ആണെന്ന് പറയുമ്പോൾ ഇസ് ഈക്വൽ റിമൈൻഡർ ഇസ് ഈക്വൽ ടു 0. therefore ഇത് നമ്മൾ സിംപ്ലിഫൈ നമുക്ക് എന്തിൻ്റെ വാല്യൂ കിട്ടും? ബിയുടെ വാല്യൂ കിട്ടും. നമുക്ക് എന്താണ് വേണ്ടത്? ആ ക്വസ്റ്റിനകത്ത് നമുക്ക് എന്തായിരുന്നു വേണ്ടത്? ബിയുടെ വാല്യൂ, പി ഓഫ് എക്സിനകത്തുള്ള ബിയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യായിരുന്നു വേണ്ടത്. therefore from here we can say that 6b is equal to 7 or b is equal to 7/6. therefore the value of b when x minus 2 is a factor of x cube minus 2bx square plus bx minus 1 is 7/6.